ഒരു കാർ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പുറപ്പെടുന്നു. അത് സഞ്ചരിച്ച ദൂരം 90 കിലോമീറ്റർ. അതിനെടുത്ത സമയം 3 മണിക്കൂർ. എന്തായിരിക്കും കാറിന്റെ ആവറേജ് സ്പീഡ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. 90 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 30 കിലോമീറ്റർ പെർ ഹവർ. എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും കാർ സഞ്ചരിച്ചത് 30 കിലോമീറ്റർ വേഗതയിലാണെന്ന് അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടുമില്ല. കാറിന്റെ വേഗത മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് 0 കിലോമീറ്റർ ആയിരിക്കും വേഗത, നിർത്തിയിടേണ്ടി വന്നാൽ. ചില സമയത്ത് 100 കിലോമീറ്ററോ 110 കിലോമീറ്ററോ വരെയൊക്കെ വേഗത പോയിട്ടുണ്ടാവും. വേഗത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻസ്റ്റന്റിലും വേഗത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻസ്റ്റന്റിലെ വേഗത അല്ലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കാറിന്റെ സ്പീഡോമീറ്റർ കാണിക്കുന്ന സ്പീഡാണ്. സ്പീഡോമീറ്ററിൽ 43 എന്ന് കാണിക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റന്റിലെ കാറിന്റെ സ്പീഡ് 43 ആണ്. അപ്പോൾ മൊത്തം യാത്രയിലെ ആവറേജ് സ്പീഡ് 30 ആണെങ്കിലും കാർ പല വേഗതയിലും സഞ്ചരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വേഗത പല രൂപത്തിലായിരിക്കും. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എപ്പോഴെങ്കിലും ഒരിക്കൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് 30 ആയല്ലേ പറ്റൂ. 30-ന് മുകളിലോട്ടും വേഗത പോയിട്ടുണ്ട്, താഴോട്ടും വേഗത പോയിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എപ്പോഴെങ്കിലും ഒരിക്കലും 30 കിലോമീറ്റർ ആയേ പറ്റൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാറിന്റെ സ്പീഡോമീറ്റർ ഒരിക്കലെങ്കിലും 30 എന്ന റീഡിങ് കാണിച്ചേ മതിയാവും. ഒരു ഇൻസ്റ്റന്റിലെങ്കിലും ആവറേജ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഈക്വൽ ആവും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇത് കുറച്ചുകൂടെ ടെക്നിക്കലായി പറഞ്ഞാൽ നമ്മൾ കാറിന് പകരം ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. S is equal to f of t എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷനിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. സെക്കൻഡ്സിൽ ഇതിന്റെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് f of a. Distance is equal to a function of time f of t. So the distance traveled in a seconds is f of t. What is the distance traveled in b seconds? That is f of t. So our particle traveled the distance f of a in a seconds and f of b in b seconds. Then what is the total distance traveled in the time interval ab? A മുതൽ b വരെയുള്ള സമയം കൊണ്ട് ഈ പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരം എന്തായിരിക്കും? That is f of b minus f of a. So the distance traveled in the time interval ab is f of b minus f of a. ഈ ദൂരം സഞ്ചരിക്കാനെടുത്ത സമയമോ? That is b minus a. മുതൽ b വരെയുള്ള സമയം b minus a. So our particle traveled a distance of f of b minus f of a in the time b minus a seconds. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർവെല്ലിൽ നമ്മളെ പാർട്ടിക്കിളിന്റെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ദാറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. സോ ദാറ്റ് ദ ആവറേജ് സ്പീഡ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കണ്ടത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെങ്കിലും ആവറേജ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഈക്വൽ ആവണം. ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണല്ലോ ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച്. സി സെക്കൻഡിലാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ആവറേജ് സ്പീഡും ഈക്വൽ ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അറ്റ് സി സെക്കൻഡ്സ് ഈസ് എഫ് പ്രൈം ഓഫ് സി ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. So f prime of c is equal to f of b minus f of a divided by b minus a. That is at least 1 second. At 1 second. See, average speed and instantaneous speed are equal. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ആവറേജ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഈക്വൽ ആവും. ഈ പ്രോപ്പർട്ടി കാൽക്കുലസിലെ ഒരു പ്രധാന തിയറമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ദ മീൻ വാല്യൂ തിയറം. ചുരുക്കിയിട്ട് MVT എന്ന് പറയും. ആ തിയറം നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ അല്ല തുടങ്ങുന്നത്. ഡിസ്റ്റൻസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈം. നമ്മൾ അത് ജനറൽ ആയിട്ട് എടുക്കുകയാണ്. ദർ ഇസ് എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ടു ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എഫ് ഡിഫൈൻഡ് ഫ്രം എ ബി ടു ആർ വിത്ത് ദ പ്രോപ്പർട്ടീസ് എഫ് മസ്റ്റ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. ഫംഗ്ഷൻ എ ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്.
അങ്ങനെയാണെങ്കിൽ there exists at least one C in open interval a b എക്കും ബിക്കും ഇടയിൽ ഒരു സി എങ്കിലും ഉണ്ടാവും. എങ്ങനെ? f prime of c is equal to f of b minus f of a divided by b minus a, that is the derivative is equal to f of b minus f of a divided by b minus a. ഈ വാല്യൂവിനെ f of b minus f of a divided by b minus a, ഈ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് mean value. So the derivative is equal to mean value. So f is a real function defined on closed interval ab with the properties it is continuous on closed interval ab, differentiable on open interval ab, then there is at least one point c in between a and b or between the interval ab, open interval ab, such that f prime of c is equal to f of b minus f of a divided by b minus a. This theorem is known as the mean value theorem, or in short MVT. ഇനി നമ്മൾ ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് കാണുന്നത്. മീൻ വാല്യൂ തിയറത്തിന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെ. എഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്, ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ വരികയാണ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. ഇന്റർവെൽസിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പം ഈ മീൻ വാല്യൂ എന്തായി മാറും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും ഈക്വൽ ആണ്. So f of b minus f of a 0 ആയി മാറും. So this is equal to 0 എന്ന് പറഞ്ഞാൽ f is a function continuous on closed interval ab, differentiable on open interval ab, and f of a is equal to f of b. Then there is a point c in the interval ab such that f prime of c is equal to 0. Mean value theorem തന്നെ ഒരു അഡീഷണൽ കണ്ടീഷൻ വരുന്നു. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവുകയാണ്. അപ്പം മീൻ വാല്യൂ 0, അപ്പം ഡെറിവേറ്റീവും 0 ആവും. ഈ തിയറത്തെയാണ് നമ്മൾ റോൾസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് തിയറംസും കാൽക്കുലസിലുള്ള ഡിഫറൻഷിയേഷനിലുള്ള പ്രധാനപ്പെട്ട രണ്ട് തിയറങ്ങളാണ്, മീൻ വാല്യൂ തിയറവും റോൾസ് തിയറവും. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളിൽ തിയറങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഈ എക്സാമ്പിൾ നോക്കൂ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x square plus 3 on closed interval 0 to x is an element of closed interval 0 to. ഇവിടെ മീൻ വാല്യൂ തിയറം ആപ്ലിക്കബിൾ ആണോ, വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ നമ്മൾ നോക്കണം. ആദ്യം നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണോ എന്നാണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഇവിടെ തന്ന ഫംഗ്ഷൻ 2x square plus 3 ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. Every polynomial function is continuous and every polynomial function is differentiable. അപ്പൊ ആദ്യത്തെ രണ്ട് ക്ലോസും ശരിയായി. f is a continuous function in the closed interval 0 to f is a differentiable function in the open interval 0 to. പിന്നെ നമുക്കിവിടെ f of aയും f of bയും കാണണം. aയും bയും ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ്സ് ആണ്. ഇവിടെ അത് 0യും 2 ആണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് f of 0 എന്താണ്? f of 0 2 into 0 square plus 3, that is 3. പിന്നെ f of 2 2 into 2 square 2 square 4, 2 into 4 8, 8 plus 3 11. So f of 0 is equal to 3, f of 2 is equal to 11. ഇനി നമുക്ക് മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മീൻ വാല്യൂ എന്ന് പറയുന്നത് f of b minus f of a divided by b minus c ആണ്. അല്ലെങ്കിൽ ഇവിടെ f of 2 that is 11 minus f of 0 that is 3 divided by b minus 3, 2 minus 0 that is 8 divided by 2 is equal to 4. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, മീൻ വാല്യൂ 4 ആണ്. അപ്പൊ എന്താ തിയറത്തിന്റെ കൺക്ലൂഷൻ? ആ ഇന്റർവെൽ അല്ലെങ്കിൽ 0ക്കും 2ക്കും ഇടയിൽ ഒരു പോയിന്റിലെങ്കിലും ഡെറിവേറ്റീവും മീൻ വാല്യൂവും ഈക്വൽ ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇനി കാണേണ്ടത് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് പ്രൈം ഓഫ് എക്സ് ആണ് കാണേണ്ടത്. എന്താണ് എഫ് പ്രൈം ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x square plus 3. അപ്പൊ എഫ് പ്രൈം ഓഫ് എക്സ് 2 into ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x, that is 4x plus 3, that is 0. Derivative of 3 is 0. F prime of x is equal to 4x. 4x mean value ഈക്വൽ ആവണം. That is 4x is equal to 4. അപ്പോൾ എന്തായിരിക്കും x? That is equal to 1.
അപ്പോൾ ഡെറിവേറ്റീവ് മീൻ വാല്യൂവിന് ഈക്വൽ ആവുന്ന പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഈ 1 0ക്കും 2ക്കും ഇടയിലല്ലേ? ദാറ്റ് ഈസ് 1 ഈസ് എൻ എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ 0-2. അപ്പോൾ നമ്മൾ മീൻ വാല്യൂ തിയറം വെരിഫൈഡ് ആയി. തന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. നമ്മൾ മീൻ വാല്യൂ കണ്ടു. ഡെറിവേറ്റീവിനെ മീൻ വാല്യൂവിന് ഇക്വേറ്റ് ചെയ്ത് നോക്കി. അത് ഈക്വൽ ആവുന്ന പോയിന്റ് എടുത്ത് നോക്കുമ്പോൾ ദാറ്റ് പോയിന്റ് ഈസ് ഇൻ ദ ഓപ്പൺ ഇന്റർവൽ ഓർ ഇൻ ബിറ്റ്വീൻ 0 and 2. So the theorem is verified. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. f of x is equal to x square minus 4x plus 3 on the interval 1-3. Interval, closed interval 1-3. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കുന്നത് ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ. ഇതും പോളിയോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു സംശയമില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 1-3 ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ 1-3. പിന്നെ നമുക്ക് എഫ് ഓഫ് എ, എഫ് ഓഫ് ബി എൻ പോയിന്റ്സിൽ ഫംഗ്ഷന്റെ വാല്യൂ. എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് 1 നോക്കുക. 1 സ്ക്വയർ മൈനസ് 4 into 1 പ്ലസ് 3. 1 സ്ക്വയർ 1 ആണ്. 1 plus 3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 plus 3 is equal to 4. 4 into 1 അത് 4 ആണ്, പക്ഷെ മൈനസ് സൈഡാണ്. അപ്പോൾ 4 minus 4 is equal to 0. അതുപോലെ എഫ് ഓഫ് 3 is equal to 3 square minus 4 into 3 plus 3. 3 square 9. 9 plus 3 12. Minus 4 into 3 minus 12. അപ്പോൾ അതും ഈക്വൽ ആണ്. അപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. അപ്പോൾ ഇത് റോൾസ് തിയറായി മാറി. അപ്പോൾ റോൾസ് തിയറത്തിൽ എന്താ പറയുന്നത്? ആ ഇന്റർവെല്ലിലെ ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ നേരത്തെ മീൻ വാല്യൂ തിയറത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് കാണാം. എഫ് പ്രൈം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3ന്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിൻ്റെത് 2x മൈനസ് 4xൻ്റെത് 4, 3ന്റെ 0. ഇതാണ് ഡെറിവേറ്റീവ് 2x മൈനസ് 4. ഈ 2x മൈനസ് 4 0 ആവണം റോൾസ് തിയർ ആയതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ 2x 4 ആവണം. അപ്പോൾ x എന്തായിരിക്കും? x is equal to 2. 2 എന്ന് പറയുന്ന വാല്യൂ 1നും 3ക്കും ഇടയിലല്ലേ? അല്ലെ 2 is an element of open interval 1-3. റോൾസ് തിയറം വെരിഫൈഡ് ആയി. അതായത് തന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബി അല്ലെ എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 3ഉം ഈക്വൽ ആണ്. അപ്പോൾ 1നും 3ക്കും ഇടയിലുള്ള ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് ആയി 2 എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആയി. സോ ദ റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റോൾസ് തിയറവും മീൻ വാല്യൂ തിയറും ഒക്കെ പല ഫംഗ്ഷനും വെരിഫൈ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം പറഞ്ഞ കണ്ടീഷൻസ് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും നിർബന്ധമാണ്. ഈ ഒരു ഉദാഹരണം നോക്കൂ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവൽ 0-2 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇന്റർവെല്ലിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഇവിടെ മീൻ വാല്യൂ തിയറവും റോൾസ് തിയറവും ഒന്നും ആപ്ലിക്കബിൾ അല്ല. എന്താ കാരണം? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ 0-2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് അല്ല. 1ൽ ഇതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻ 0-2ൽ 1 എന്നുള്ള പോയിന്റ് കണ്ടിന്യൂസ് അല്ലാത്തതുകൊണ്ട് 0-2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന് 0-2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ മീൻ വാല്യൂ തിയറോ റോൾസ് തിയറോ ഒന്നും ആപ്ലിക്കബിൾ അല്ല. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് mod x ഇൻ ദ ഇന്റർവെൽ -2-2. ഇവിടെയും ഈ തിയറം ഒന്നും ആപ്ലിക്കബിൾ അല്ല. കാരണം mod x -2-2ൽ കണ്ടിന്യൂസ് ആണ്, പക്ഷെ 0ൽ ഡിഫറൻഷ്യബിൾ അല്ലല്ലോ. അപ്പൊ 0ൽ ഡിഫറൻഷ്യബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെയും നമുക്ക് റോൾസ് തിയറോ മീൻ വാല്യൂ തിയറോ ഒന്നും ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ ശ്രദ്ധിക്കണം. അപ്പൊ mod x എല്ലാ സ്ഥലത്തും മീൻ വാല്യൂ തിയർ ആപ്ലിക്കബിൾ അല്ല എന്നർത്ഥമല്ല കേട്ടോ. അപ്പൊ mod x നമ്മൾ എടുക്കുന്നത് 1-5 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിലാണെങ്കിൽ നമുക്ക് ഇത് മീൻ വാല്യൂ തിയറോ ആപ്ലിക്കബിൾ ആവും. കാരണം 1-5ൽ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ ഇന്റർവെല്ലും കൂടി നോക്കിയിട്ട് വേണം പറയാൻ. അപ്പൊ ഒരു ഫംഗ്ഷൻ ഒരു ഇന്റർവെല്ലിൽ തന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം ഉറപ്പിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ. അതല്ലെങ്കിൽ ഈ മീൻ വാല്യൂ തിയറവും റോൾസ് തിയറവും ഒന്നും ആപ്ലിക്കബിൾ ആവില്ല.
അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ രണ്ട് പ്രധാനപ്പെട്ട തിയറങ്ങൾ പല ഫംഗ്ഷനിലും വെരിഫൈ ചെയ്യുന്നത്, മീൻ വാല്യൂ തിയറവും റോൾസ് തിയറവും.